വയനാട്ടിലെ മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായ മഹാദുരന്തം കഴിഞ്ഞ് 4-ാം നാൾ പിന്നിടുമ്പോൾ പ്രതീക്ഷയുടെ ആശ്വാസത്തിൻ്റെ നേർത്തൊരു കണം മുണ്ടക്കയിൽ ബാക്കിയാകുന്നുണ്ട്. അവിടെ സൈന്യത്തിൻ്റെ തെർമൽ റഡാർ ചെറിയൊരു ശ്വാസമെടുപ്പ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഷബീർ ഉമർ തുടരുന്നുണ്ട്. ഷബീർ, ഇപ്പോഴും റഡാർ ഉപയോഗിച്ച് വീണ്ടും സൈന്യം അവിടെ പരിശോധന നടത്തുന്നുണ്ടോ? നമുക്ക് എത്ര സമയം വേണ്ടിവരും? ഇന്നിപ്പോൾ ഈ പകൽ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനടുത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടോ സൈന്യം? ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഈ തെർമൽ ഇമേജ് റഡാർ സ്കാനിങ്ങിൽ കാണിച്ച ഭാഗത്ത് കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ തുടിപ്പുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ആ പരിശോധന പൂർണ്ണമായ നേരത്തെ കാണിച്ച പോയിന്റിലെ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്ത് ഒപ്പം തന്നെ NDRF ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് പരിശോധിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവിടെ ഇല്ല, ആ ഭാഗത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു. പക്ഷേ വീണ്ടും തെർമൽ ഇമേജ് റഡാർ വഴി വീണ്ടും പരിശോധന നടത്തും. അതിനുശേഷം ഒരിക്കൽ കൂടി ആ ഭാഗത്ത് തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി തെർമൽ ഇമേജ് റഡാർ സ്കാനിംഗ് നടത്തേണ്ടതുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററി മറ്റോ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ സമയം അതിന് വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സൈനികർ പറയുന്നത്. കാരണം വലിയൊരു സൂചന ലഭിച്ചിരുന്നു. അതെന്താണ് എന്ന് നമുക്ക് കൃത്യമല്ല. പക്ഷേ ഒരു ശ്വസിക്കുന്ന ജീവന്റെ തുടിപ്പ്, അത് എന്തുമാകാം. അത് മനുഷ്യൻ തന്നെ ആകാമെന്ന് നിർബന്ധമില്ല. അത് എന്തുമാകാമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഒപ്പം തന്നെ പ്രദേശവാസികളിൽ ചിലർ ആക്ഷേപം ഉന്നയിച്ചിരുന്ന ആ സമയത്ത് അവർ പറഞ്ഞത് ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നടക്കം വിഷമം അവർ പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ ചില വിഷമങ്ങൾ കൂടി അവർ പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ സൈന്യം കൃത്യമായി തന്നെ ഈ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നു. ഏരിയ കിട്ടും, അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പേസിൽ പോയി അവിടെ നോക്കും. അപ്പോഴത്തേക്ക് ഇത് ആ ഒരു പോയിന്റ് മാത്രം JCB റിമൂവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഈ യൂണിസ് എന്ന് പറഞ്ഞ ആളുടെ വീട് നമ്മൾ ഇവിടുന്ന് വന്നതല്ല, ഇത് ആക്ച്വലി ഗോഡ്രേജ് ബോംബെ. ആളുകൾ പറയുന്നത് അങ്ങനെ ജീവന്റെ തുടിപ്പിനൊരു സാധ്യതയും അല്ല, ജീവൻ ഉണ്ടാകുന്ന സാധ്യതയില്ല എന്നുള്ള ആളുകൾ പറയുന്നത്, മനുഷ്യരുണ്ടാകില്ല എന്നുള്ള പറയുന്നത്. ഇപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് കണ്ടിട്ടായിരിക്കും പറയുന്നത്, നമുക്കറിയില്ല. നമ്മൾ ഇതിനകത്ത് സെൻസ് ചെയ്തതാണ്. വീണ്ടും പരിശോധന നടത്തും. അതെ, നമ്മളത് വീണ്ടും ഇല്ല, ഇപ്പൊ ഞങ്ങൾ വീണ്ടും അതിന്റെ സെൻസ് ചെക്ക് ചെയ്യാൻ പോവാം. ഇല്ല, ഗിരീഷ് ശിവ. എന്തായാലും അത് തന്നെയാണ് പറയുന്നത്. വീണ്ടും തെർമൽ ഇമേജ് റഡാർ വഴി പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടം. ആദ്യഘട്ടം സൈന്യം കാര്യമായി തന്നെ ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തിയിരുന്നു. അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് വീണ്ടും തെർമൽ ഇമേജ് റഡാർ വഴി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ മണ്ണ് നീക്കം ചെയ്ത് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുക എന്നാണ് പറഞ്ഞത്. അതേസമയം തന്നെ പ്രദേശവാസികൾ പറയുന്നത്, നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോഴെല്ലാം പ്രദേശവാസികൾ വന്ന് നമ്മളോട് തന്നെ പറഞ്ഞത് ഇനി ഇവിടെ മനുഷ്യൻ അവശേഷിക്കാൻ സാധ്യതയില്ല എന്ന കാര്യമാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അത് വിഷമത്തോടെയും രോഷത്തോടെയുമാണ് അവരുടെ പ്രതികരണം. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിലെ വേദനയിൽ നിൽക്കുന്ന മനുഷ്യരാണ്, ആ നിലയ്ക്കാണ് അവരുടെ പ്രതികരണം. പക്ഷേ സൈന്യവും ഒപ്പം തന്നെ ഈ തെർമൽ ഇമേജ് റഡാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അവരുടെ പ്രതീക്ഷ കൈവിടുന്നില്ല. ഈ തെർമൽ ഇമേജ് റഡാർ സ്കാനിങ്ങിൽ കാണിച്ചതാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, അത് മനുഷ്യൻ തന്നെയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ശ്വസിക്കുന്ന എന്തുമാകാം, ശ്വസിക്കുന്ന ജീവിയാകാം, അത് പൂച്ചയാകാം, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് നായകൾ അനാഥമായിരുന്നു, അത്തരത്തിലുള്ള നായകളിൽ ഏതെങ്കിലും ഒന്നാകാം. അപ്പോൾ ആ നിലയ്ക്ക് ഏതെങ്കിലും ജീവിയോ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതെന്ത് തന്നെയാണെങ്കിലും, ജീവിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ശ്വസിക്കുന്നുണ്ട് എന്ന സൂചനയാണ് ലഭിച്ചത്. അതിന്റെ നേരിയ ശ്വാസം ഈ 4-ാം ദിനം അവസാനിക്കുമ്പോഴും അത് നിലനിർത്തുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ആ നിലയ്ക്ക് വലിയ
പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ അത് എന്താണെങ്കിലും ശ്വസിക്കുന്നുണ്ട് എന്നത് മാത്രമായിരുന്നു മാനദണ്ഡം. വലിയ തരത്തിലുള്ള തെരച്ചിൽ നടത്താനുള്ള മാനദണ്ഡം അവിടെ ശ്വാസത്തിന്റെ തുടിപ്പ്, ശ്വസനം ഉണ്ട് എന്നത് മാത്രമായിരുന്നു. അതെന്ത് തന്നെയായാലും അത് പുറത്തെത്തിക്കുക എന്നാണ് ഏതൊരു രക്ഷാദൗത്യത്തിലും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജീവനോടെ എവിടെയെങ്കിലും അകപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാനാണ് ഏതൊരു ദുരന്തത്തിലും അപകടത്തിലും ആദ്യ പരിഗണന കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ശ്വസിക്കുന്ന ഒരു ജീവിയുണ്ട്, അല്ലെങ്കിൽ ഒരു ശ്വാസം കണ്ടെത്തി, നേരിയ ശ്വാസം ബാക്കിയുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് കൃത്യമായി പരിശോധന നടത്തിയത്. എന്തായാലും ഒരിക്കൽ കൂടി, അതായത് കൃത്യമായ ഒരു കണ്ടെത്തി ആ ഭാഗത്താണ് പരിശോധന നടത്തിയത്. പക്ഷേ ആദ്യ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂർ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും ഈ തെർമൽ ഇമേജ് റഡാർ സ്കാനിംഗ് വഴി പരിശോധിച്ചു. അപ്പോഴും ഈ പോയിന്റ് തന്നെയാണ് കാണിച്ചത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും പരിശോധന തുടർന്നത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം ആ ഭാഗത്ത് പരിശോധന നടത്തിയെങ്കിലും ഇപ്പോൾ ഒന്നും നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ, ആഗ്രഹിച്ചിരുന്നത് പോലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരിക്കൽ കൂടി ഈ തെർമൽ ഇമേജ് റഡാർ സംവിധാനം വഴി പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു കെട്ടിടമായിരുന്നു, ഒരു വാണിജ്യ കെട്ടിടമായിരുന്നു, ഒരു കടമുറിയായിരുന്നു. അതിന് താഴെ വീട്ടുകാരുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ആ നിലയ്ക്കാണ് അവിടെ ഒരു സ്റ്റോർ മുറി, ഒരു സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം വന്നത്. അപ്പോൾ ഈ സ്റ്റോർ മുറി കൂടി ഉണ്ട് എന്ന് പ്രദേശവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രതീക്ഷ വന്നത്. ആ നിലയ്ക്കാണ് പരിശോധന നടത്തിയത്. എന്തായാലും വീണ്ടും ഈ തെർമൽ ഇമേജ് സംവിധാനം വഴി പരിശോധന നടത്തി വീണ്ടും ഈ ഭാഗത്ത് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുക്കിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ചെളിയും മണ്ണും അടിഞ്ഞ ഭാഗത്തു നിന്നുള്ള വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് വെള്ളം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഈ മുണ്ടക്കൈ അങ്ങാടിക്ക് തൊട്ട് പിറകിൽ, അല്ലെങ്കിൽ ഈ അങ്ങാടി തകർത്തെറിയപ്പെട്ട അങ്ങാടിയുടെ തൊട്ട് പിറകിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ ഭാഗത്ത് കുറച്ച് വെള്ളക്കെട്ടുണ്ട്, അത് ഒഴുക്കിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായി ഇവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടുള്ളത്. അപ്പുറത്ത് ഒരു ഓവുചാല് പോലെ കാണുന്നുമുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം കൂടിയാണ് ഈ ഒഴുകി വരുന്നത്. എന്തായാലും ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ, ഈ ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന നിരാശയിൽ തെരച്ചിൽ നടത്തുമ്പോൾ വളരെ വിഷമത്തോടെയാണ് രക്ഷാപ്രവർത്തകർ ഈ തെരച്ചിൽ ഇന്ന് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം 4ാം ദിനമാണ്. മണ്ണിനടിയിൽ പുതഞ്ഞവർ ജീവൻ നിലനിർത്താനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. തുലോം തുച്ഛമെന്ന് തന്നെ പറയേണ്ടി വരും. ആ നിലയ്ക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം, ആ നിലയ്ക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ തെർമൽ ഇമേജ് റഡാർ വഴി പരിശോധിച്ചപ്പോൾ ഒരു ജീവന്റെ തുടിപ്പ്, ഒരു ശ്വാസം ഈ ഭാഗത്ത്, ഈ കാണുന്ന പോയിന്റിൽ കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിവേഗത്തിൽ ആ ഭാഗത്തെ പരിശോധന. പൂർണ്ണമായും ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തിരുന്നു, പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ, നമ്മൾ സൂചന ലഭിച്ചതുപോലെ ഒന്നും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ കൂടി ഈ ഭാഗത്ത് തന്നെ പരിശോധന നടത്തുമെന്നാണ് സൈനികർ പറയുന്നത്. അത് അടുത്ത ഘട്ടം, ഇപ്പോൾ 1 മണിക്കൂറോളം തെരഞ്ഞു. അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ആ ഭാഗത്ത് ഒരിക്കൽ കൂടി പരിശോധന നടത്തിയപ്പോൾ ഒരു ഓവുചാലുണ്ട് ഈ തൊട്ട് പിറകുവശത്ത്. ആ ഭാഗത്ത് വെള്ളം നീക്കം ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഈ പ്രദേശവാസികൾ ആ സമയത്തും പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ ഈ ഭാഗത്തെല്ലാം തന്നെ തെരച്ചിൽ നടത്തിയതാണ്. ഇനി മനുഷ്യൻ അവശേഷിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സൈന്യം ഈ തെർമൽ ഇമേജ് റഡാർ സ്കാനിംഗ് സംവിധാനം വഴി നിരവധി തവണ നേരത്തെ ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലങ്ങളിൽ മാത്രമല്ല, മറ്റിടങ്ങളിൽ പോലും സൈന്യവും പോലീസും എല്ലാം തന്നെ കൃത്യമായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായ സൂചന അതിൽ ലഭിക്കാറുണ്ട്, അക്യൂറേറ്റ് ആയിട്ടുള്ള സൂചനകൾ അതിൽ ലഭിക്കാറുണ്ട് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ നിലയ്ക്ക് തന്നെയായിരുന്നു പ്രതീക്ഷയോടെ വലിയ രക്ഷാപ്രവർത്തകർ ആ നിലയ്ക്ക് അവിടെ തെരച്ചിൽ നടത്തിയിരുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ 1 മണിക്കൂർ തെരഞ്ഞെങ്കിലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ആ തെർമൽ ഇമേജ് റഡാറിൽ കാണിച്ചതുപോലെയൊന്നും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കൽ കൂടി അവിടെ പരിശോധിക്കും, അല്ലെങ്കിൽ റഡാർ വഴി പരിശോധിക്കും. അതിനുശേഷം ഈ പോയിന്റ് ഒന്നുകൂടി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സൈഫുദ്ദീൻ. ശരി, എന്തായാലും പരിശോധനകൾ അവർ തുടരും. ഇതുവരെയുള്ള പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് കരുതി അത് വിട്ടുപോരാൻ സൈന്യം ഒരുക്കവുമല്ല. കാരണം വളരെ വീണ്ടും അവിടെ ഒരു ജീവസാന്നിധ്യം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് മെഷീനാണ് റഡാർ. അതുകൊണ്ട് അത് പൂർണ്ണമായും അത് കണ്ടെത്തിയ ശേഷം മാത്രമേ, അത് എന്താണ് അത് ഡിറ്റക്ട് ചെയ്തത് എന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ സൈനിക ഉദ്യോഗസ്ഥർ ആ ഒരു ശ്രമം ഉപേക്ഷിക്കൂ എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ പ്രശ്നം ഇന്നിപ്പോൾ
ഈ പകൽ അവസാനിക്കാൻ പോകുന്നു. ഇരുട്ടിൽ രാത്രിയിൽ അത് എത്ര കണ്ട് തുടരാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആ തെരച്ചിൽ നാളെ തുടരാനായിരിക്കും സാധ്യത. ഒപ്പം തന്നെ റഡാറിലെ ചാർജ് തീർന്നുപോയി എന്ന് നേരത്തെ ഷബീർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് വീണ്ടും റീചാർജ് ചെയ്യണം. ശേഷം മാത്രമേ വീണ്ടും അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയും. അതിലേക്ക് ഈ മഹാദുരന്തം കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമുക്ക് പ്രതീക്ഷയുടെ നേർത്ത ഒരു കണം, ചെറിയൊരു മിടിപ്പ്, ചെറിയൊരു അനക്കം കിട്ടുന്നത് ഈ മുണ്ടക്കൈയിൽ പൂർണ്ണമായും ഇല്ലാതായ നാമാവശേഷമായ മണ്ണോട് ചേർന്ന് പോയ മുണ്ടക്കൈ അങ്ങാടിയിൽ കവലയിൽ പള്ളിയോട് ചേർന്ന് അവിടെ ഒരു കടമുറി ഉണ്ടായിരുന്നു. കടമുറിയുടെ താഴെ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബ്രീത്ത്, ഒരു ശ്വാസ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നതിന് സിഗ്നൽ ആ റഡാർ തന്നിരിക്കുന്നത്. അതെന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഒരു മനുഷ്യനാകണമെന്ന് ഉറപ്പില്ല, മൃഗമാകാം, ചെറുജീവിയായിരിക്കാം, അങ്ങനെയൊക്കെ ആവാം. എന്തായാലും അതിൽ വ്യക്തത വരുത്തേണ്ടത് ഉണ്ട്. അതിനു വേണ്ടിയുള്ള വലിയ ശ്രമകരമായൊരു ദൗത്യമാണ്. കാരണം വളരെ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി മാത്രമേ ആ ജീവിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയുള്ളൊരു തെരച്ചിൽ അവിടെ നടക്കുന്നു. അതിന് പക്ഷേ ഇപ്പോൾ ഈ പകൽ അവസാനിക്കുന്നത് ഇനി രാത്രിയിലേക്ക് കടക്കുന്നതൊരു വെല്ലുവിളിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും സൈന്യം ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. ഷബീർ, ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ തെരച്ചിൽ നിർത്തി നാളെ പുനരാരംഭിക്കും? ഇല്ല, ഷബീർ ഇല്ല.